സമീപകാലത്ത് വലിയൊരു പ്രശസ്തമായ പുസ്തകം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മാതൃഭൂമി വീക്കിൽ അതിനെപ്പറ്റി ഒരു പഠനം ഉണ്ടായിരുന്നു. വൈ വി ഡൈ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ. നൊബേൽ സമ്മാന ജേതാവായ വെങ്കി രാമകൃഷ്ണൻ, അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്, വെങ്കി രാമകൃഷ്ണൻ എഴുതിയതാണ് വൈ വി ഡൈ ദി ന്യൂ സയൻസ് ഓഫ് ഏജിങ് ആൻഡ് ദി ക്വസ്റ്റ് ഫോർ ഇമ്മോർട്ടാലിറ്റി. ഇത് തന്നെ നമ്മുടെ വിഷയം തന്നെയാണ്. അപ്പം മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരുപാട് ചരിത്രം പറയുന്നുണ്ട്. നേരത്തെ ഹർഷം പറയുമ്പോൾ പറഞ്ഞല്ലോ, ഇത് നേരത്തെ മുതലേ നടക്കുന്നതാണ്. കിൻ ഷു ഷി ഹുവാങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് രാജാവ് അക്കാലത്ത് അദ്ദേഹം ഒരുപാട് പഠനം നടത്തിയിട്ട് ജീവിതകാലം കൂട്ടാൻ വേണ്ടിയിട്ട് സേവിച്ച മരുന്നുകളുടെ പാർശ്വഫലം കൊണ്ട് അദ്ദേഹം നേരത്തെ മരിച്ചുപോയി. അതിപ്പോ ഈ അടുത്ത കാലത്ത് ചില പ്രശസ്തർ 49-ാമത്തെ വയസ്സത്തെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുന്നത്, മനുഷ്യരങ്ങനെ നൂറ്റാണ്ടുകളോളം ഈ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 150 നമ്മൾ കഴിഞ്ഞ ഈ 150 കൊല്ലക്കാലത്തിനിടയിലാണ് അതിൽ വളരെ സമഗ്രമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ശരാശരി 40-35 വയസ്സായിരുന്നു മനുഷ്യരുടെ ആയുസെങ്കിൽ ഇപ്പോൾ ശരാശരി 70-75 വയസ്സിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്, നീണ്ടിട്ടുണ്ട്. അതിന് മതമോ വിശ്വാസമോ ഒന്നുമല്ല അതിന് സഹായം ചെയ്തു കൊടുത്ത സയൻസാണ്, മെഡിക്കൽ സയൻസാണ് പ്രധാനമായിട്ടും എന്നാണ്. അപ്പോൾ അതിനകത്ത് ജെറണ്ടോളജി എന്നോ മറ്റോ പേരിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ പഠനം നടക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ 10 വർഷം കൊണ്ട് മാത്രം 3 ലക്ഷം സയൻറ്റിഫിക് ആർട്ടിക്കിൾസ്, ലേഖനങ്ങൾ ഈ ഏജിങ് സംബന്ധിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നാണ് വെങ്കി രാമകൃഷ്ണൻ ആ പുസ്തകത്തിന് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. 700-ലേറെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ശതകോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 700 സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്. അതിന് പുറമെ പ്രധാനപ്പെട്ട കമ്പനികൾ, നേരത്തെ എലോൺ മസ്കിൻ്റെ കമ്പനി പോലുള്ള കാര്യങ്ങൾ ഉണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. പക്ഷേ ആ പുസ്തകത്തിൻ്റെ ആകെ തുകയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സംഗതി നടക്കാൻ വളരെയേറെ പ്രയാസമാണെന്നാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതും അദ്ദേഹത്തിനെ പോലുള്ള പ്രധാനപ്പെട്ട ആളും പറയുന്നത്, നമ്മുടെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ ഓണായി വരുന്നൊരു ബോഡിയും ഒരു സ്വിച്ച് ഓഫ് ചെയ്താൽ മരിച്ചു പോകുന്നതല്ല. അനേകായിരം സ്വിച്ചുകൾ പല ഭാഗങ്ങളായിട്ടാണ് മരിക്കുന്നത്. പ്രായം പല ഭാഗങ്ങൾ കൊണ്ടാണ്. നമ്മൾ കരൾ, ഹൃദയം, ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ മാത്രമല്ല, സൂക്ഷ്മമായിട്ടുള്ള ചെറിയ സംഗതികൾ പോലും പലപ്പോഴായിട്ടാണ് മരിച്ചു പോകുന്നത്. നമുക്കറിയാലോ, പ്രായം കൂടിയാണല്ലോ വരുന്നത്. നമ്മുടെ തലയിൽ ചെറുപ്പത്തിൽ നിറയെ മുടി ഉണ്ടായിരുന്നു, ഇപ്പോൾ മുടിയില്ല. അങ്ങനെ പ്രായം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അതിനകത്തുള്ള മനുഷ്യനെ എക്കാലത്തേക്കും ജീവിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന സൂക്ഷ്മമായിട്ടുള്ള 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഭാഗങ്ങളെ പ്രത്യേകമായിട്ട് എടുത്ത് ജീവിപ്പിക്കണം. അതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കില്ല എന്നൊരു സൂചനയാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലായത്.